നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞാലും രക്ഷപ്പെടാൻ പോകില്ല. അതാണ് ഞങ്ങളുടെ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ മുജാഹിദീങ്ങൾ ചോദിച്ചതിന് മറുപടി അറിയൂല. സഹോദരന്മാരെ, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. എന്താണ് വലിയ തൗഹീദിന്റെ ആളുകൾ ആര്? നമ്മൾ മുജാഹിദുകളെ ഞാനിവിടെ ആദ്യം നടത്തിയ പ്രസംഗത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസ വിഷയത്തിൽ 12 വൈരുദ്ധ്യങ്ങൾ നിങ്ങളുടേത്, അതിൽ മിക്കവാറും ഭാഗം ഞാൻ ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. മൗലവി അതിന് മറുപടി പറയണം. 12 വൈരുദ്ധ്യങ്ങൾ. അള്ളാഹുവിന് പണ്ട് കാലത്ത് വലത്തെ കൈയും ഇടത്തെ കൈയും ഉണ്ടായിരുന്നു. പിന്നെ ആ ഇടത്തെ കൈ വലത് ഭാഗത്തേക്ക് മുജാഹിദുകൾ സർജറി ചെയ്തുകൊണ്ട് അങ്ങോട്ട് മാറ്റിവെക്കുകയുണ്ടായി, ഒരു സർജറിക്ക് വിധേയമാക്കിയിട്ട്. കാരണം എല്ലാ രംഗത്തും കൈവച്ച ആൾക്കാരാണല്ലോ മുജാഹിദീങ്ങൾ. കൈവെക്കാത്ത ഒരു മേഖലയും ഇല്ല എന്നാണല്ലോ അവർ പറയാറുള്ളത്. ഞാൻ എന്റെ ക്ലിപ്പിംഗ് ഇവിടെ കാണിച്ചതാണ്. അതിന് വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ കാണിച്ചു തരാം. മുജാഹിദീങ്ങൾ എവിടെയൊക്കെയാണ് കൈവച്ചത് എന്ന് അത് നിങ്ങളൊന്ന് കേട്ടോളൂ. അതിനിപ്പോ അപ്പുറം കേൾപ്പിച്ചില്ല ഇപ്പുറം കേൾപ്പിച്ചില്ല എന്ന് പറയേണ്ട, അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള ഭാഗം തന്നെ കേൾപ്പിച്ചു തരാം. എന്താണ് പറയുന്നത്? മുജാഹിദുകൾ കൈവെക്കാത്ത ഒരു മേഖലയുമില്ല. അങ്ങനെ വെച്ച് അള്ളാഹുവിന്റെ കൈക്കും ഇവർ വെച്ചു പോലും. പണ്ടുണ്ട് എന്ന് പറഞ്ഞ കൈ പിന്നില്ല. 2009 ആയപ്പോഴോ പിന്നെയും അക്കൈ ഇടത് ഭാഗത്ത് തന്നെ ഉണ്ട്. പിന്നെയും അക്കൈ ഇടത് ഭാഗത്തുണ്ട്. കാരണം കുറെ കാലം വലത്തുകൊണ്ട് വെച്ചു നോക്കി അള്ളാഹിന്റെ ഇടത്തെ കൈ. എന്നിട്ട് ഇത് കുറച്ചൊരു അഭംഗിയുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ കൈ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഇടത്ത് തന്നെ കൊണ്ടുവെക്കാൻ തീരുമാനിച്ച നമ്മളെ മുജാഹിദീങ്ങൾ വീണ്ടും പടച്ചവനെ സർജറിക്ക് വിധേയമാക്കി. അള്ളാഹിനെ കൈവെക്കാത്ത ഒരു മേഖലയില്ല എന്നാണല്ലോ. അള്ളാഹുവിന്റെ കൈക്കും ഇവർ കൈവച്ചു. നിങ്ങൾ കേട്ടോളൂ മുജാഹിദ് മൗലവി പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയുമോ നിങ്ങൾക്ക്? അതിനകത്ത് ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട ധരിക്കാൻ നടക്കുകയൊന്നുമല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചില്ല. ഒരിക്കലും വ്യാഖ്യാനിക്കൂല. കാരണം അത് അടിക്കാൻ നടന്നാണെങ്കിൽ അത് തൊഴിലാണെന്നെങ്കിലും വിചാരിക്കായിരുന്നു. നിങ്ങൾ ഉടുപ്പിക്കാൻ പോയ ആൾക്കാരാണ്. അതായത് അങ്ങനെ ഒരു തൊഴിലായിരുന്നെങ്കിൽ അത് നമ്മൾ തൊഴിലായിട്ടെങ്കിലും കൂട്ടായിരുന്നു. ഇതങ്ങനെയല്ല. കണ്ടില്ല നിങ്ങള്? അങ്ങനെ കൈവച്ചവർ അവിടെയൊക്കെ കൈവച്ചു. ഇനി പുതുതായി മുജാഹിദ് എവിടെയാ കൈവച്ചതെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. എവിടെയാണത്? അള്ളാഹുവിന്റെ ഊരക്ക് കൈവെക്കാൻ പോണു മുജാഹിദീങ്ങള്. നിങ്ങൾ കേട്ടില്ല? കേരളത്തിൽ ഭയങ്കര ചർച്ച. എന്ത്? മുജാഹിദുകൾ തമ്മിൽ ചർച്ച. ഏത് മുജാഹിദ്? മുജാഹിദിലെ മടവൂർ ഗ്രൂപ്പുകാരും മൗലവി ഗ്രൂപ്പുകാരും ഇവർ തമ്മിൽ ഭയങ്കരമായ ചർച്ച. എന്താണ് ചർച്ചയിലെ മർമ്മപ്രധാനമായ വിഷയം? കേട്ടോളൂ. മർമ്മപ്രധാനമായ വിഷയം വേറൊന്നുമല്ല. അപ്പോ എന്താണ് ഇതിൽ പറയുന്നറിയോ? ഒരു വലിയ ചർച്ച. ഈ റോഡ് പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളതിൽ നമുക്ക് വിഷമോ. ചില ആളുകൾ തന്നെ ചിന്തിക്കും, എന്തിനാണിതിങ്ങനെ ഈ റോഡിന്ന് പറയുന്നത് എന്ന്. ചില ആളുകൾ അല്ലേ, ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് തിരിച്ചൂടാ. ഇവിടെ പരിപാടി തുടങ്ങിയ മുജാഹിദ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പരസ്യമായിട്ട് ഈ സ്റ്റേ ഇവിടെ നാട്ടിൽ ഇത് തുടങ്ങിയത് മുജാഹിദാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതിവിടെ പ്രാവശ്യം തുടങ്ങിയ മുജാഹിദാണ്. പരസ്യമായിട്ടൊരു സമൂഹത്തെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോ ഒരു യാഥാർത്ഥ്യമില്ലാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൊലി ഞങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഉരിഞ്ഞു കാണിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവരോട് സ്നേഹത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വേറൊന്നും നിങ്ങൾ കരുതരുത്. മുജാഹിദിലെ മടവൂർ ഗ്രൂപ്പും മൗലവി ഗ്രൂപ്പും തമ്മിൽ ഭയങ്കരമായ പ്രശ്നം. എന്താ പ്രശ്നം? അള്ളാഹുവിന് ഊരയുണ്ടോ ചന്തിയുണ്ടോ എന്നതാണ് തർക്കം. ഇതാണ് തർക്കം. മടവൂർ ഗ്രൂപ്പുകാർ പറയുന്നു ഇല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. മൗലവി ഗ്രൂപ്പുകാർ ഇവിടെ പ്രസംഗം സംഘടിപ്പിച്ചവർ പറയുന്നു അള്ളാഹുവിന്റെ ഒരു സിഫത്ത് നിഷേധിക്കലായി പോകും, അള്ളാഹുവിന് ചന്തിയില്ല ഊരയില്ല എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയണം. പണ്ടൊക്കെ നിങ്ങൾ കേട്ട എന്താ? അള്ളാഹ് കയ്യും കാലുണ്ട് എന്ന് പറയുന്നവര് ഇപ്പൊ ഇതും കൂടി പറയാൻ തുടങ്ങി. മുജാഹിദ് പുരോഗമിച്ചു, കൈവച്ചു എല്ലാ മേഖലയിലും. അങ്ങനെ അവിടം വരെ അവരെത്തിയിരിക്കുകയാണ്. കേട്ടോളൂ, ഈ ഹദീസിൽ വന്ന ഹഖ്വുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഊര എന്നത് അവന്റെ ഒരു വിശേഷണം, സിഫത്ത് ആണ്. അതപ്പടി അംഗീകരിക്കലാണ് സലഫുകളുടെ രീതി. ഇതിനെ വ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ ഇല്ല. എന്നാൽ മുഅ്തസിലത്തും ജഹ്മിയ്യത്തും ആദർശമായി സ്വീകരിച്ച മടവൂരികൾ അള്ളാഹുവിന്റെ ഈ സിഫത്തിനെ അപ്പടി നിഷേധിച്ചിരിക്കുകയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ച് മടവൂരികൾ എഴുതുന്നത് കാണുക. ഒരു മഹത്തായ അലങ്കാര പ്രയോഗത്തിലൂടെ ഒരു മഹത്തായ തത്വം അലങ്കാര പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഖുർആനിലും ഈ ശൈലി കാണാം. അള്ളാഹുവിന് അരയും ചന്തിയുമുണ്ടെന്ന് ഉദ്ദേശമില്ല. ആരുദ്ധരണി? സുല്ലമി, ബുഖാരി പരിഭാഷ.
അതായത് മടവൂരികളുടെ പുസ്തകം ഉദ്ധരിച്ചതാണ്. ആ മടവൂരികളുടെ പുസ്തകത്തിൽ പറയുന്നു, അങ്ങനെ അള്ളാഹുവിന് ഊരയുണ്ടെന്ന് പറയാൻ പാടില്ല, അള്ളാഹുവിന് അതേപോലെ തന്നെ പിന്നെ ചന്തയുണ്ടെന്ന് പറയാൻ പാടില്ല എന്ന് മടവൂരികൾ എഴുതിയപ്പോ അതിനെ നിഷേധിച്ചുകൊണ്ട് നമ്മളെ മുജാഹിദുകൾ മൗലവി ഗ്രൂപ്പുകാർ പറയുന്നു അള്ളാഹിന്റെ ഒരു സിഫത്തിനെയാണ് നിഷേധിക്കുന്നത്. നോക്കൂ, പിന്നെ ശേഷം എഴുതാൻ ഈ ഉത്തരണി കൊടുത്ത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഒരു വിശേഷണം ബ്രാക്കറ്റിൽ സിഫത്ത് ആണിവിടെ പച്ചയായി മടവൂരികൾ നിഷേധിച്ചിരിക്കുന്നത്. നബിതങ്ങൾ അള്ളാഹുവിന്റെ സിഫത്തായി അവന് അരയും ചന്തിയും ഊരയും ചന്തിയും ഉണ്ട് എന്ന് പഠിപ്പിച്ചു പോലും അത് മടവൂരികൾ നിഷേധിച്ചു പോലും ഈ സാംസ്കാരിക കേരളത്തിൽ മുജാഹിദുകൾ പൊട്ടിപ്പുറപ്പെട്ടിട്ട് വന്ന് ഉണ്ടായ ഈ മഹാചർച്ചകളിൽ ഏറ്റവും വലിയ ചർച്ചകൾ ഇന്ന് അരങ്ങേറുന്നത് അള്ളാഹുവിന്റെ ഊരയെ പറ്റിയാണ്. മനസ്സിലായില്ലേ? ഇവരാണ് മുജാഹിദുകൾ. ഈ മുജാഹിദുകളാ നമ്മളോട് വലിയ മാന്യന്മാരായി അഭിനയിച്ച് സംസാരിക്കുന്ന ആളുകൾ മടവൂരികൾ. ആ മടവൂരി വിഭാഗം ഇവിടെ പ്രസംഗിച്ച ആൾ പറഞ്ഞു മുജാഹിദുകൾക്ക് വലിയ പുരോഗമനക്ക് നാട്ടിലുണ്ടായി. എന്ത് പുരോഗമനം? ഏത് പുരോഗമനം? നിങ്ങൾ പരസ്പരം തുടർന്നുകൂടാന്ന് പറയുന്ന പുരോഗമനമോ? മുജാഹിദുകൾ പരസ്പരം തുടർന്ന് നിസ്കരിച്ചുകൂടാന്ന് പറയുന്ന പുരോഗമനമോ? അതാണോ നിങ്ങളുടെ പുരോഗമനം? ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾ പറയാൻ ഈ കാട്ടിലെ പീടികയിൽ വലിയ പുരോഗമനമൊക്കെ ഉണ്ടായിട്ടുണ്ട് മുജാഹിദുകൾക്ക്, അതൊക്കെ ഇങ്ങനെ ഗണ്ണപ്രസംഗം നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെ അയാൾ വലിയ ആഘോഷിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഓ സഹോദര, ഓ സുഹൃത്തെ, മുജാഹിദിന്റെ വേദി എന്നതിലേക്ക് നിങ്ങൾ നിർബന്ധരായി പറഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ അന്നേരത്ത് ഓർത്തില്ല ഈ മുജാഹിദ് പ്രസ്ഥാനം ഈ നിങ്ങളുടെ കാട്ടിലെ പീടികയിൽ എവിടെയാണ് എത്തിയത് എന്ന് നിങ്ങൾ ആലോചിച്ചില്ല. ഞങ്ങൾ കൊടുത്ത കത്ത് അത് മറ്റവർക്കാണ്, ഞങ്ങൾക്കല്ല എന്ന് വരെ ഇവിടെ പറയേണ്ടുന്ന സാഹചര്യം ഇക്കാട്ടിലെ പീടികയിൽ ഉണ്ടായിട്ടില്ലേ മുജാഹിദേ? വിനീതനായ ഞാൻ മർക്കസ് സഖാവത്ത് സുന്നിയിൽ പഠിക്കുമ്പോൾ ഇക്കാട്ടിലെ പീടികയിൽ പ്രസംഗിക്കുന്നു. അന്നുണ്ടായ മുജാഹിദിന്റെ സ്ഥിതിയാണോ ഇന്നിവിടെ ഉള്ളത്? പുരോഗമനമാണോ തകർച്ചയാണോ ഇകഴ്ചയാണോ? എന്താണ് ഇവിടെ ഉണ്ടായത് മുജാഹിദേ? ഇതോർത്തിട്ട് വേണം സ്വാഗതമാണെങ്കിലും ഉദ്ഘാടനമാണെങ്കിലും വിഷയാവതരണമാണെങ്കിലും എന്തും ഇവിടെ നടത്താനെന്ന് മുജാഹിദുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മൗലവി ഞങ്ങൾക്ക് ആരെയും മുശ്രിക്കാക്കുന്ന കാഫിറാക്കുന്ന പണിയില്ല. എന്നാൽ ശിഹാബ് തങ്ങളെ തന്നെ പേരെടുത്ത് പറഞ്ഞ് ശിഹാബ് തങ്ങളെ കാണിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ശിർക്ക് കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന സ്ഥാപനമാണെന്ന് നിങ്ങൾ അറബിയിൽ, ഓ മുജാഹിദുകളെ, അറബികൾക്ക് വേണ്ടി സൗദി അറേബ്യയിലെ ഓഫീസുകളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇറക്കിയ കേസറ്റില്ലേ, CD ഇല്ലേ, ഡോക്യുമെന്ററി ഇല്ലേ, ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. അനൗൺസ് അറബിയിലാണ്. ഇൻഷാ അല്ലാഹ് തർജമ ഞാൻ നിങ്ങൾക്ക് ഓർമ്മ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ കേട്ടോളൂ. ബഹുമാനപ്പെട്ട തങ്ങളെ കാണിക്കുന്നുണ്ട്, തങ്ങളെ വീട് കാണിക്കുന്നുണ്ട്, തങ്ങൾ ഉറുക്ക് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ശിഹാബ് തങ്ങളും കുടുംബവും കേരളത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണ്, ബിദ്അത്ത് പ്രചരിപ്പിക്കുന്നവരാണ്. ഇത് പറയുന്ന നിങ്ങളാണോ? ഞങ്ങൾ ആരെയും മുശ്രിക്കാക്കുന്ന കാഫിറാക്കുന്ന ആളുകളല്ല എന്ന് ഇന്നാട്ടിൽ വെച്ച് പറഞ്ഞത് മുജാഹിദേ. കേട്ടോളൂ. എന്നിട്ട് നമ്മളെ സലാം ഇവർക്ക് വേണം പോലും. അറബിയിലാണ് അതിൽ അനൗൺസ് ഉള്ളത്. അതുകൂടി വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മുഖാമത്തിലേക്ക് കടക്കാം. സുന്നികൾക്കും ചോദ്യം ചോദിക്കാം, മുജാഹിദുകൾക്കും ചോദ്യം ചോദിക്കാം, ആർക്കും ഇവിടെ ചോദ്യം ചോദിക്കാം. ഞങ്ങൾക്ക് ഇവിടെ ചോദ്യമാണ് ആവശ്യമുള്ളത്. മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ബിദ്അത്തിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട തർക്ക വിഷയത്തിലിരിക്കുന്ന കാര്യങ്ങളിൽ ചോദ്യമേ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ആളെ പേര് വേണ്ട, ഊര് ഞങ്ങൾക്ക് ആവശ്യമില്ല, സുന്നിയോ മുജാഹിദോ അതിൽ ഞങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾക്ക് ചോദിക്കാം, അതിന് ഒരുങ്ങിക്കൊള്ളുക. ഇൻഷാ അല്ലാഹ് ഈ ഡോക്യുമെന്ററിയുടെ ഭാഗം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മുജാഹിദുകൾ ശിഹാബ് തങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു, എങ്ങനെയാണ് പുറം രാജ്യങ്ങൾ പഠിപ്പിക്കുന്നത്? ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയ കേസറ്റാണ്, അതിന്റെ ഭാഗമാണ്. ഫുൾ CD ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നലെ വിനീതനായ ഞാൻ പടന്നയിൽ പ്രസംഗിച്ച സമയത്ത് അവിടെ മുസ്ലിം ലീഗിന്റെ അവിടെയുള്ള സെക്രട്ടറി ആ സമ്മേളനത്തിന് സഹോദരന്മാരെ അവിടെ ആശംസ അറിയിക്കുകയുണ്ടായി. ആ സ്ഥലത്ത് വെച്ചും ഞാനിത് അവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ശൈലിയെന്നും അവരുടെ സമീപനം എന്താണ് എന്നും നാം തിരിച്ചറിയണമെന്ന് പ്രത്യേകിച്ചും നമ്മൾ അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഇവിടെയും എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ആ ഭാഗങ്ങൾ. فإلى أصحاب الفضلاء الكرام أصحاب الخير والجود في سبيل الدين والدعوة السلام عليكم ورحمة الله. إن ولاية كيللا ولاية آهلة بالمسلمين في جنوب الهند
وفيها أنشطة كثيرة تنسب إلى الإسلام كما أن فيها معاهد ومدارس ومساجد كثيرة باسم الدين والدعوة. കേരളം മുസ്ലിങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നും